ഇന്നത്തെ നേര് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. അങ്ങനെ കൃത്യം 8 ദിവസങ്ങൾ പിന്നിട്ട് ഇന്ന് 9ാം ദിവസമായ രണ്ടാമത്തെ വെള്ളിയാഴ്ച ദിവസത്തിലേക്ക് ലാലേട്ടന്റെ ചിത്തു ജോസഫ് സംവിധാനം ചെയ്ത നേര് എത്തിയിരിക്കുകയാണ്. സിനിമയുടെ 8 ദിവസത്തെ വേൾഡ് വൈഡ് കേരള ഗ്രോസ് കളക്ഷൻ, അതോടൊപ്പം തന്നെ സിനിമ ഇന്ന് ദിവസം നേരിടുക്കാനായിട്ട് ഒരുങ്ങുന്ന അടുത്തൊരു മൈൽ സ്റ്റോൺ അപ്ഡേറ്റ്, കൂടാതെ സിനിമയുടെ ഇന്ന് 9ാം ദിവസത്തെ വെള്ളിയാഴ്ച ദിവസത്തെ ഫൈനൽ പ്രീസെയിലായിട്ട് ഇന്നലെ രാത്രിയോടെ പുറത്തു വന്ന ഫിഗേഴ്സ്, അതോടൊപ്പം തന്നെ നേര് എന്ന സിനിമ കേരള ബോക്സ് ഓഫീസിൽ 50 കോടി രൂപയ്ക്ക് മുകളിലും വേൾഡ് വൈഡ് കളക്ഷൻ 100 കോടിക്ക് മുകളിലും കടക്കുമോ എന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള നമ്മുടെ വ്യക്തിപരമായ അഭിപ്രായം ഒപ്പം തന്നെ വിലയിരുത്തലെല്ലാം തന്നെയാണ് വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യമേ 8ാം ദിവസത്തെ സിനിമയുടെ കേരള കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ 7ാം ദിവസമായ ബുധനാഴ്ച പോലെ 2.5 കോടി രൂപയ്ക്ക് മുകളിൽ 8ാം ദിവസവും കേരളത്തിൽ സിനിമയുടെ ഗ്രോസ് കളക്ഷൻ കടന്നിരിക്കുകയാണ്. 7ാം ദിവസം 2 കോടി 90 ലക്ഷമായിരുന്നു കേരള ഗ്രോസ് കളക്ഷൻ എങ്കിൽ ഇന്നലെ അത് 2 കോടി 76 ലക്ഷമാണ്. ഇതോടെ 25 കോടി 13 ലക്ഷത്തിലേക്ക് കേരള ബോക്സ് ഓഫീസിൽ സിനിമയുടെ ഗ്രോസ് കളക്ഷൻ എത്തിയിരിക്കുകയാണ്. അതേസമയം വേൾഡ് വൈഡ് കളക്ഷൻ 47.5 കോടിക്ക് മുകളിലാണ് ഇന്നലെ നാം പ്രതീക്ഷിച്ചെങ്കിൽ 48 കോടി ടച്ച് ചെയ്തു 8 ദിവസങ്ങൾ കൊണ്ട് എന്നൊരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. ആവറേജ് ഒരു ദിവസം 6 കോടി രൂപയ്ക്ക് മുകളിൽ വേൾഡ് വൈഡ് കളക്ഷൻ നേടിക്കൊണ്ടിരിക്കുന്ന നേര് 8 ദിവസങ്ങൾ കൊണ്ട് വമ്പൻ കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. ലാലേട്ടന്റെ സിനിമയുടെ ഒരു വൻ തരംഗമാണല്ലോ കേരള ബോക്സ് ഓഫീസിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സിനിമയുടെ വെള്ളിയാഴ്ച പ്രീസെയിലേക്ക് വരികയാണെങ്കിൽ വ്യാഴാഴ്ച പ്രീസെയിലിനേക്കാൾ അല്പം കൂടുതലാണ് വെള്ളിയാഴ്ച പ്രീസെയിൽ. വ്യാഴാഴ്ചത്തെ പ്രീസെയിൽ കണക്കുകളായിട്ട് പുറത്തു വന്നത് 80 ലക്ഷത്തിൽ പരമായിരുന്നെങ്കിൽ വെള്ളിയാഴ്ചത്തെ പ്രീസെയിലായിട്ട് ഇന്നലെ രാത്രിയോടെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം 90 ലക്ഷത്തോളം രൂപയാണ് സിനിമയുടെ പ്രീസെയിൽ കളക്ഷൻ. അപ്പോൾ ഇന്നും സിനിമയ്ക്ക് 2.5 കോടി രൂപയ്ക്ക് മുകളിൽ കേരള ഗ്രോസ് കളക്ഷൻ ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ 9ാം ദിവസത്തെ കേരള കളക്ഷൻ കൊണ്ട് മാത്രം ലാലേട്ടൻ്റെ നേര് 50 കോടിക്ക് മുകളിൽ വേൾഡ് വൈഡ് കളക്ഷൻ കടക്കുമെന്നും ഇതിനോടൊപ്പം തന്നെ കൺഫേം ആയിട്ടുണ്ട്. മോളിവുഡിൽ ഏറ്റവും കൂടുതൽ 50 കോടി ക്ലബ്ബും ഒപ്പം തന്നെ 100 കോടി ക്ലബ്ബുമുള്ള താരം കൂടിയായ നമ്മുടെ ലാലേട്ടൻ്റെ അടുത്തൊരു 50 കോടി കളക്ഷൻ നേടിയെടുക്കുന്ന സിനിമ കൂടിയായിട്ട് നേര് മാറുകയാണ്. അതും വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ് എന്ത് കൂടി എടുത്തു പറയട്ടെ. ഇടക്കാലത്ത് 2021 അവസാനത്തോടെ റിലീസ് ചെയ്ത മരക്കാറ് 48 കോടി രൂപ വരെ എത്തിയിരുന്നെങ്കിൽ പോലും 50 കോടിയിലേക്ക് എത്തിയിരുന്നില്ല. എന്തായാലും നേര് 50 കോടി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ലാലേട്ടനെ നേടിക്കൊടുക്കുന്ന മലയാളം സിനിമയായിട്ട് മാറിയിരിക്കുകയാണ്. നേരിന്റെ വമ്പൻ ട്രെൻഡ് കണ്ട് ഒരുപാട് പ്രേക്ഷകർ ഇതിനോടകം തന്നെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് സിനിമ വേൾഡ് വൈഡ് കളക്ഷൻ 100 കോടി നേടിയെടുക്കുമോ, കേരള കളക്ഷൻ 50 കോടി നേടിയെടുക്കുമോ എന്നാണ്. ഒരു ക്വാർട്ടർ റൂം ഇമോഷണൽ ഡ്രാമ ഈ പറഞ്ഞ നേട്ടങ്ങളിലേക്ക് എത്തുകയാണെങ്കിൽ തന്നെ അത് വേറെ ലെവലെന്ന് സംശയം പറയാം. എന്നാൽ നിലവിലെ സിനിമയുടെ ആ ഒരു ട്രെൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ജനുവരി 1 വരെ സിനിമയ്ക്ക് ഇനിയും മികച്ച കളക്ഷൻ വേൾഡ് വൈഡ് കേരളത്തിൽ ഉണ്ടാകും. കേരളത്തിൽ മാത്രം 40 കോടിക്ക് മുകളിൽ ജനുവരി 1 എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന നേരെ വേൾഡ് വൈഡ് കളക്ഷൻ 70 കോടിയിലേക്കും എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കിയുള്ള 10 ദിവസങ്ങൾ, അതായത് അബ്രഹാം ഓസ്ലർ റിലീസ് വരെയുള്ള 10 ദിവസങ്ങൾ എത്ര കോടി സിനിമ നേടിയെടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും സിനിമയുടെ ഫൈനൽ കളക്ഷൻ നമുക്ക് നിർണ്ണയിക്കാനായിട്ട് കഴിയുക. എന്തായാലും പ്രമുഖ സിനിമകളുടെ എല്ലാം തന്നെ ഫൈനൽ കേരള വേൾഡ് വൈഡ് കളക്ഷൻ എല്ലാം തന്നെ നേരെ മറികടക്കുമെന്നാണ് ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ച് നമുക്ക് പറയാനായിട്ടുള്ളത്. പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ പറയൂ.